ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സ്നേഹ. ഓ ഞാനിന്നൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം യൂട്യൂബ് എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാനലാണ്. ഒന്ന് ഞാൻ തുടങ്ങിയത് 2018 ആ ടൈമിൽ എന്തോ ആയിരുന്നു. അത് ചെയ്ത അത്രയും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഒക്കെ ഇതാക്കാൻ സമ്മതിക്കില്ല. ചെയ്ത അത്രയും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ കിട്ടി വരികയായിരുന്നു. പിന്നെ എനിക്ക് സാങ്കേതിക തകരാറുകൾ മൂലം എനിക്ക് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു. ആ ചാനൽ പോയി. പിന്നെ രണ്ടാമത് ഞങ്ങൾക്കൊരു ഫാമിലി ചാനൽ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മോണിറ്റൈസേഷൻ്റെ ഒക്കെ അടുത്തൊക്കെ ആവാറായിരുന്നു. അതും പോയി. പിന്നെ ഇത് എൻ്റെ ആഗ്രഹം മൂത്ത് പ്രാന്തായിട്ട് ഞാൻ പിന്നെയും തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ ഇത് ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 ദിവസമായിട്ടേ ഉള്ളൂ തോന്നുന്നു. 20 ദിവസം കണ്ടായിട്ടേ ഉള്ളൂ. 20 ദിവസമായെന്ന് അറിയില്ല, എന്തായാലും അവിടെ. അപ്പം ഇത് ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. കാരണം 2 പോയി. എന്നിട്ടും ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത്, എനിക്ക് ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ അപ്ഡേറ്റ്സ് ഇങ്ങനെ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഫോൾഡ് ചെയ്ത് എന്താ പറയുക, ഒരു ഫയൽ പോലെ ആക്കി നിങ്ങളെയും കൂടെ കാണിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് പിന്നെയും ഞാൻ 3ാമത്തെ വട്ടം തുടങ്ങുന്നതാണ് ഈ ചാനൽ. അപ്പം അതാണ്ടടായി തലയിൽ ഇടുത്തി വീണ് എന്ന് പറയുന്നൊക്കെ വീട്ടില്ലേ, അതുപോലെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഇല്ലാത്ത സൗണ്ടും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നേക്കാണ്. കാരണം ഇനി മോണിറ്റൈസേഷൻ ആവുക എന്ന് പറയുന്നൊരു സംഭവം സ്വപ്നങ്ങളിൽ മാത്രമാവുമോ എന്നൊരു ഡൗട്ട് എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 2 ദിവസം മുന്നേ നമുക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ റൂളിൽ നല്ലൊരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നോർമലി ഉണ്ടായിരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയിരുന്നു നമുക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇനി വരുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് യൂട്യൂബ് വന്നാണ്. ഇനി വരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് അത്ര തന്നെ, പക്ഷേ വാച്ച് അവർ എന്ന് പറയുന്നത് 4000 നിന്ന് 8000 മാറ്റിയിട്ടുണ്ട്. എനിക്ക് അത് കണ്ടപ്പോൾ മുതൽ എന്താ പറയുക, ഫുള്ള് കിളിപോയ അവസ്ഥ. കാരണം 1 അല്ല 2 അല്ല 3ാമത്തെ യൂട്യൂബ് ചാനലാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുളയിലേ നിന്നുള്ള പ്ലാനാണോ എന്നറിയില്ല. പിന്നെ ഇത് എപ്പോൾ മുതലാണ് ആക്റ്റീവായി തുടങ്ങുന്ന ഈ പ്ലാൻ, ഈ ഒരു റൂളെന്ന് വെച്ചാൽ 2027 ഫെബ്രുവരി 1 മുതൽ ജനുവരി 31 വരെ നമുക്ക് ഈ ഒരു റൂൾ തന്നെയാണ്. അപ്പോൾ ഇനി 5 മാസം കൂടി ഉള്ളൂ. ഈ 5 മാസം കൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങിയ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അയ്യോ, എനിക്കത് കേട്ടിട്ടില്ല കൂടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കാരണം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ അതിങ്ങനെ കയ്യിൽ നിന്ന് വിട്ട് പോകുമ്പോൾ ഒരു സങ്കടം. മീൻസ് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ ഈ ചാനൽ അത്രയും താക്കി കൊണ്ടുവരും? ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, 88 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ ഫാമിലിയിൽ ആർക്കും അറിയില്ല, ഹസ്ബൻഡിനല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞിട്ട് ഇപ്പം ഇനിയും എന്തെങ്കിലും ആയിട്ട് ചാനൽ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ എന്തിനാ അവരോടും കൂടി ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള വെച്ചിട്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങാനും ഏതെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫീഡിൽ എൻ്റെ വീഡിയോ വന്നിട്ട് കാണുവാണെങ്കിൽ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം വരില്ലേ. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ പറയാം, ഡീറ്റെയിൽസൊക്കെ പറയാമെന്ന് വെച്ചിട്ട് ഞാൻ കാത്തിരിക്കുവാണ്. അപ്പോഴത്തേക്ക് വേണ്ട ഇതും ഇങ്ങനൊരു സംഭവം കൂടെ. അപ്പോൾ ഇതുപോലെ പുതിയ ചാനൽ ഇപ്പം തുടങ്ങി കരിയറൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ച് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ നല്ല 8ൻ്റെ പണിയാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരു കൊല്ലെങ്കിലും മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെറ്റാക്കായിരുന്നു. പക്ഷേ ഇനി ഇതെന്ന് പറയുന്നത് പക്ഷെ വീഡിയോ ഞാനിടും. കാരണം എന്നാലും നമ്മൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത് നമ്മുടെ പാഷൻ്റെ പുറത്ത് മാത്രമല്ല, നമുക്കൊരു എയിമും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ വേണ്ടതൊക്കെ ആയിരിക്കും. കാരണം അത്രയും യൂട്യൂബേഴ്സ് ഉണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഇപ്പോൾ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടെ വന്നപ്പോൾ സന്തോഷമായി.
ഏതായാലും ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം 5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ഒന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ 8000 വാച്ച് അവർ തികയുന്നവരെ വീഡിയോ ഇടാൻ മടിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഷോർട്ട്സ് ആയിട്ടെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 ദിവസം ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങി 2 ദിവസം കൂടുമ്പോൾ ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോൾ എല്ലാ ഇതും പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മളെക്കൊണ്ട് ഇപ്പം നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലിരിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയതായിട്ട് കോൺടാക്ട് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പണി കിട്ടിയിട്ട് ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെന്ന് മെസ്സേജ് ചെയ്യണേ, കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടി തന്നെ. ഓക്കെ, ബൈ.